പ്ലസ് 2 എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, പ്ലസ് 2 എക്സാം കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ ആണല്ലോ. അപ്പോൾ പല വിദ്യാർത്ഥികളൊരു ഡൗട്ടാണ്, സാർ ഞാൻ പ്ലസ് 2 കഴിയാൻ വേണ്ടി പോവാണ്, അല്ലെങ്കിൽ പ്ലസ് 2 കഴിഞ്ഞിട്ടുണ്ട്, എനിക്കൊരു അടിപൊളി കരിയർ കിട്ടുന്ന ഒരു മാനേജ്മെൻറ്റ് ലെവലിലേക്ക് കിട്ടാൻ പറ്റുന്ന ഒരു ക്യാബിന്, ഒരു ഓഫീസ് സ്പേസ്, അങ്ങനെ ആ രീതിയിൽ ഒരു ഹൈടെക് ലെവലുള്ള ഒരു ജോബ് കിട്ടണമെങ്കിൽ ഏത് കോഴ്സാണ് പഠിക്കുന്നതെന്നുള്ള ചിന്തിക്കുന്ന കുറേ കുട്ടികളുണ്ട്. അപ്പോൾ അവർക്കുമായി ബന്ധപ്പെട്ടാണ് ഇത് ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. CMA US സർട്ടിഫൈഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ്. CMA US സർട്ടിഫിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് IMA എന്ന് പറയുന്ന ഒരു ബോഡിയാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ട് എന്നുള്ള ബോഡിയാണ് ചെയ്യുന്നത് CMA US എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻ കൊടുക്കുന്നത്. US-ലാണ് ഈ ബോഡി സ്ഥിതി ചെയ്യുന്നത്. CMA US ഒരു ഗ്ലോബലി ക്വാളിഫിക്കേഷൻ ആണ്. 150ഓളം രാജ്യത്തെ ആക്സെപ്റ്റ് ചെയ്ത ഒരു ക്വാളിഫിക്കേഷൻ ആണ്. ഇത് കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്യുന്നത് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആൻഡ് കോസ്റ്റിംഗിലാണ് എന്ത് ചെയ്യുന്നത്, ഈ കോഴ്സ് കംപ്ലീറ്റ് എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് മാനേജ്മെന്റിനെയാണ്. തീർച്ചയായിട്ടും ഒരു സ്ട്രാറ്റജിക് ഡിസിഷൻ എടുക്കാനാണ് എന്ത് ചെയ്യുക, അത് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് രണ്ട് പ്രൊജക്റ്റ് നമ്മുടെ അടുത്തുണ്ട്. ഈ രണ്ട് പ്രൊജക്റ്റ് നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. ഈ രണ്ട് പ്രൊജക്റ്റിൽ ഏത് പ്രൊജക്റ്റാണ് അടിപൊളി, ഏത് പ്രൊജക്റ്റാണ് നമുക്ക് വൈബിൾ ഉണ്ടാവുക, ഏത് പ്രൊജക്റ്റാണ് ബെറ്റർ ഉണ്ടാവുക, കോസ്റ്റ് കട്ടിങ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒരു CMA US കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർക്ക് അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും. ബഡ്ജറ്റിംഗ് ഇറ്റ്സ് സിമ്പിളാണ്. നമ്മൾ ഏത് ബിസിനസ് സ്ഥാപനമാണെങ്കിലും ഒരു വർഷം സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ ഒരു വർഷം അവസാനിക്കുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റണം, ബജറ്റ് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ ബജറ്റ് ചെയ്യാൻ പറ്റാത്ത പല കമ്പനികളും എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലോസിംഗിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, പോയിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ബജറ്റിംഗ് ഇല്ലാണ്ടായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക, അവർ പലതും എന്ത് ചെയ്തിട്ടുണ്ടാവുക, പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിന് എന്തുണ്ടാവില്ല, വർക്കിംഗ് ക്യാപിറ്റലിനൊക്കെ നന്നായിട്ട് എഫക്ട് ചെയ്യും. അപ്പോൾ ഒരു CMA US ക്വാളിഫൈഡ് ചെയ്ത ഒരാൾ ഒരു കമ്പനിയിൽ ഉണ്ടെങ്കിൽ ആ കമ്പനി കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ബജറ്റിംഗ് പ്ലാൻ ചെയ്യാനും ആ ബജറ്റിംഗ് അനുസരിച്ചിട്ട് ആ സ്ഥാപനം മുന്നോട്ട് പോകാൻ എന്ത് ചെയ്യാൻ പറ്റും, ഒരു CMA US കാരനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും. ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്ലസ് 2 വിദ്യാർത്ഥികൾക്കും CMA US എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ചു തുടങ്ങാൻ പറ്റും. മിനിമം എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് പ്ലസ് 2 മാത്രമാണ്. ഒരു പ്ലസ് 2 കഴിഞ്ഞ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവർ പ്ലസ് 2 കംപ്ലീറ്റ് ചെയ്ത് റിസൾട്ട് വന്ന് അടുത്ത വിൻഡോയിൽ തന്നെ എക്സാം എഴുതാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, CMA US പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവും. നിങ്ങളൊരു പ്ലസ് 2 കംപ്ലീറ്റ് ചെയ്തിട്ട് CMA US കോഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് കാറ്റലിസ്റ്റ് ആണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു ഡിഫറെൻറ്റ് പാത്ത് വേ ആയിരിക്കും കാറ്റലിസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ടാവുക, നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു നോർമൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനേക്കാളും ഡിഫറൻറ്റ് ആക്കുന്നത് കാറ്റലിസ്റ്റിൻ്റെ അതാണ്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങളൊരു പ്ലസ് 2 കഴിഞ്ഞിട്ടാണ് നിങ്ങൾ CMA US പഠിക്കുന്നെങ്കിൽ നിങ്ങൾ CMA USന്റെ കൂടെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവും, കാറ്റലിസ്റ്റ് നിങ്ങൾക്ക് ഡിഗ്രിയും കൂടി എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇതിൻ്റെ കൂടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങൾ CMA US പഠിക്കുന്നുണ്ടാവും, അതിന് കൂടെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഡിഗ്രി നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ജസ്റ്റ് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ CMA USന്റെ നമ്മൾ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, എക്സാം എഴുതാൻ വേണ്ടി പോവാണ്. അതിൻ്റെ കൂടെ തന്നെ ഡിഗ്രി എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ടാവും. ഡിഗ്രിയുടെ ക്ലാസ്സും ഓൺലൈനായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, അവൈലബിൾ ആണ് കാറ്റലിസ്റ്റിൽ. അതിന് ഓഫ്ലൈൻ ബാച്ചസ് എന്ത് ചെയ്തിട്ടുണ്ട്, അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഓൾമോസ്റ്റ് നിങ്ങൾ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിന് കൂടെ തന്നെ ഡിഗ്രിയുടെ ഫസ്റ്റ് സെമസ്റ്ററും സെക്കൻഡ് സെമസ്റ്ററും എന്ത് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ എക്സാംസ് എന്ത് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ CMA US ക്വാളിഫൈഡ് ആയി. ഓക്കെ ആണല്ലോ. ഡിഗ്രിയുടെ ഫസ്റ്റ് സെമസ്റ്ററും സെക്കൻഡ് സെമസ്റ്ററും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. ഒരു 1 ഇയർ കൊണ്ട് നിങ്ങൾ CMA US ക്വാളിഫൈഡ് ആയി. അതുപോലെ തന്നെ ഡിഗ്രിയുടെ ഫസ്റ്റും സെക്കൻഡും ഒരു 1 ഇയറോളം നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, 2 സെമസ്റ്റർ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അങ്ങനെയുള്ള വിദ്യാർത്ഥികളെ കാറ്റലിസ്റ്റ് എന്താ ചെയ്യുക വെച്ചാൽ ഒരു ഓഡിറ്റിംഗ് മേഖലയിലേക്ക് അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് ആയിട്ട് എന്ത് ചെയ്യും, അവരയക്കും. ഒരു 2 ഇയർ എക്സ്പീരിയൻസിനും കൂടെ അവരയക്കും. ഓക്കെ ആണല്ലോ. ആ അയക്കുന്നതിലൂടെ അവർ വർക്ക് ചെയ്യുന്നതിനോട് കൂടിയിട്ട് അവർക്ക് ഡിഗ്രിയുടെ സെക്കൻഡ് ഇയറും തേർഡ് ഇയർ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലസ് 2 കഴിഞ്ഞ വിദ്യാർത്ഥി കാറ്റലിസ്റ്റിലൂടെ പഠിച്ച് 3 വർഷം കംപ്ലീറ്റ് ആവുന്നതോടുകൂടി അവരെ കഴിഞ്ഞ ഉണ്ടാകുന്ന ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒന്ന് പേരിൻ്റെ കൂടെ അവർക്ക് CMA എന്ന് പറയുന്ന ടൈറ്റിൽ യൂസ് ചെയ്യാൻ പറ്റും. CMA US എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻ അവർക്ക് ഉണ്ടാവും. അവർക്ക് ഗ്രാജുവേഷൻ BCom എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻ അവർക്ക് ഉണ്ടാവും. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് 2 ഇയർ എക്സ്പീരിയൻസും കൂടി അവർക്കുണ്ടാവും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു 3 വർഷം കൊണ്ട് അവർക്ക് ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, കിട്ടുന്നുണ്ട്. നോർമലി ഒരു പ്ലസ് 2 കഴിഞ്ഞ് ഡിഗ്രിക്ക് പോകുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ 3 വർഷം കഴിഞ്ഞാൽ അവർക്ക് ആകെ കിട്ടുന്ന ഡിഗ്രി മാത്രമാണ്. അല്ലെങ്കിൽ അതർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്ന സമയത്ത് അവർക്ക് CMA എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻ മാത്രം എന്ത് ചെയ്തിട്ടുണ്ടാവുള്ളൂ, കിട്ടുന്നുണ്ടോ. പക്ഷേ കാറ്റലിസ്റ്റിൽ പ്ലസ് 2 കഴിഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യുന്നത്. ഈ രീതിയിലാണ് അവർക്ക് എന്ത് ചെയ്യുന്നത്, നമ്മൾ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നത്, ചെയ്തു കൊടുക്കുന്നത്. നമ്മൾ പല സ്ഥലത്തും ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ പല സ്ഥലത്തും ഇങ്ങനെ കേൾക്കുന്നുണ്ടാവില്ല. നിങ്ങളൊരു പ്ലസ് 2 കഴിഞ്ഞ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ആണ് നിങ്ങളുടെ എഡ്യൂക്കേഷനാണ്. നിങ്ങളുടെ എഡ്യൂക്കേഷൻ, നിങ്ങളുടെ ടൈമാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ സിമ്പിൾ ആലോചിക്കുക, നിങ്ങളൊരു വർഷം ഒരു കോഴ്സിന് വേണ്ടി നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ 4-5 ഇരട്ടിയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ റിട്ടേൺ കിട്ടുന്നത്. 4-5 ഇരട്ടി എന്ന് വെച്ചാൽ നിങ്ങൾ 1 ലക്ഷം രൂപയാണ് നിങ്ങൾ ഒരു വർഷം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 2 വർഷം കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നത് 4-5 ലക്ഷം രൂപയായിരിക്കും പെർ ആനം ചെയ്തിട്ടുണ്ടാവുക നിങ്ങൾക്ക് പാക്കേജ് കിട്ടുന്നത്. വെച്ചാൽ ആ ഒരു 4x അല്ലെങ്കിൽ 5x അത് ഓരോ ഇയർ ബൈ ഇയർ എന്ത് ചെയ്യും, അത് കൂടിക്കൊണ്ടേയിരിക്കും.
ഓക്കെ അല്ല. അപ്പോൾ ഒരു +2 സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നിങ്ങളെ ഈ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, എഡ്യൂക്കേഷനിലാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നിങ്ങൾ CMA US നിങ്ങൾ കാറ്റലിസ്റ്റിൽ പഠിച്ചു, +2 കഴിഞ്ഞിട്ട് കാറ്റലിസ്റ്റിലേക്ക് പഠിച്ചു, നിങ്ങൾ ഈ കാറ്റലിസ്റ്റിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ഫീസും അതേപോലെ തന്നെ നിങ്ങൾ IMA അടക്കേണ്ട ഫീസൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 2 years നിങ്ങൾ എക്സ്പീരിയൻസ് ഇല്ല, അതിൽ തന്നെ നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളെ പാരൻസിന് തന്നെ കൊടുക്കാൻ പറ്റും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾ അടിച്ച ഫീസ്, നിങ്ങൾക്ക് ചിലവായ എമൗണ്ട് നിങ്ങൾക്ക് വിത്തിൻ 1-2 yearsൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് പാരൻസിന് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എത്ര പ്രൗഡായിരിക്കും നിങ്ങളുടെ പാരൻസ് ഉണ്ടാവുക. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, CMA USA പോലെയുള്ള പ്രൊഫഷണലി ഉള്ള ക്വാളിഫിക്കേഷൻ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുക. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളെ പാരൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്രയും പ്രൗഡാക്കാൻ പറ്റും. നിങ്ങൾ ആരും എല്ലാം എന്ന് പറഞ്ഞ ആളുകളുടെ മുന്നിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളെല്ലാമാണ്, നിങ്ങൾ ഓക്കെ ആണെന്ന ലെവലിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഇനി +2 കഴിഞ്ഞ് CMA US സെലക്ട് ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാറ്റലിസ്റ്റിൻ്റെ കരിയർ എക്സ്പെർട്ടായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക. അവർ നിങ്ങളുടെ ഒരു കരിയർ മാപ്പ് എന്ത് ചെയ്യും, ഡെവലപ്പ് ചെയ്യും. നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏത് രീതിയിലാണ് പഠിക്കേണ്ടത് എന്നുള്ളത് എന്ത് ചെയ്യും, ഫുള്ളി നിങ്ങൾക്ക് എന്ത് തരും, അവർ ഡെവലപ്പ് ചെയ്ത് തരും. അപ്പോൾ ഓക്കെ, താങ്ക് യു.